അല്ലക്കുട്ടാ, എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. പുഷ്പ വെറും ഫയറല്ലടാ, വെറും തേഞ്ഞിട്ടി അമിട്ടായിരുന്നു. 3.5 മണിക്കൂർ പൊട്ടിച്ചിട്ടും പൊട്ടാത്ത അമിട്ട്. അല്ലു അർജുൻ പുഷ്പയാകുന്നു, ഫഹദ് ഫാസിൽ ഷഗവത്താവുന്നു, നമ്മൾ മയ്യത്താകുന്നു. രശ്മിക സ്ക്രീനിൽ വരുന്ന സമയമാണ് അല്ലു അർജുൻ ഒരു റിലാക്സേഷൻ. പിന്നെ അവരായി അവരുടെ കുടുംബകാര്യങ്ങളായി. ഫാമിലി മാറ്റേഴ്സ്, നമ്മൾ ഔട്ടായി. കർത്താവ്, കർമ്മം, ക്രിയ. കങ്കുവിയുടെ കുറവുകളെല്ലാം നികത്തുന്നു. എങ്ങനെ ഒരു പക്ക മാസ് പടം എടുക്കണമെന്ന് കാട്ടിക്കൊടുക്കുകയാണ് സുകുമാർ അഴിയാങ്കട്ട്. ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നികത്താൻ 3-ാം ഭാഗം വരുന്നുണ്ട്. നമ്മുടെ ഭാഗ്യം. തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി തിരുത്തി സംവിധാനിച്ച് പഠിക്കാൻ വേണ്ടി ഇതൊരു ഫ്രഞ്ചസിയാക്കി മാറ്റിയ നിർമ്മാതാവിന്റെ ഫ്രഞ്ച് കീറുന്ന ഇടപാടാണ് ഇന്ന് തോന്നായികയില്ല. 3-ാം ഭാഗത്തിൽ കൈയും കാലും പല്ലും കെട്ടിയിട്ടാൽ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴേ ആദരവ് തോന്നുന്നു. 3.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ശൂന്യതയാണ്. പുറത്തിറങ്ങി ഇനി മറ്റു പ്രശ്നങ്ങളെ നേരിടണമല്ലോ എന്നോർത്ത് പുറത്തിറങ്ങിയപ്പോൾ ദോണ്ട് അവതരിക്കുന്നു ഞാൻ ബറോഷ്. ഇനി പുഷ്പ 3 കൂടി. അമ്മ ഡയറക്ടർ സുകുമാരണ്ണ എന്നാ പണി വെച്ചിരിക്കണ. 3 മണിക്കൂർ 15 മിനിറ്റ് കണ്ടിരിക്കാനുള്ള സ്റ്റോറി ഒന്നുമില്ല. ലാഗുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ. പുഷ്പ ഫസ്റ്റിൽ നിന്നും ബെറ്ററായി തോന്നിയില്ല. ചന്ദനക്കടത്ത് പ്രതീക്ഷിച്ചു പോയവർക്ക് ചന്ദനമഴ ഫീൽ നൽകിയ പടം.